ഗുഡ് മോർണിംഗ്. ഇത്രയും പേരുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്? എക്സാം ഒക്കെ ആയതുകൊണ്ടാണോ ക്ലാസ്സിൽ കയറാത്തെ? ഓക്കെ, ചിലപ്പോ അവരൊന്ന് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാൻ പോയതായിരിക്കും അല്ലെ. 1 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അവര് ജോയിൻ ചെയ്യട്ടെ. എന്തായാലും നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നാബിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചു. ഫസ്റ്റ് 2 പാരഗ്രാഫ് നമ്മൾ എടുത്തായിരുന്നു അല്ലെ. ഒന്ന് എന്താണ് നാബ് എന്ന് പറഞ്ഞത്? ആദ്യത്തെ 2 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു. എന്താ നാബ്? നമുക്ക് 2005 നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് നാബ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഞാൻ വീണ്ടും പറയും, നിങ്ങളുടെ മനസ്സിൽ ഒന്ന് തറവാൻ വേണ്ടിയിട്ടാണ്. 2005 നാഷണൽ ലെവലില്, അതാണ് നാബും ജെസിയും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾ ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കണ്ട അവിടെ. നാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2005 സ്ഥാപിതമായതാണ് നാബ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് എന്തിനു ബേസ് ചെയ്തിട്ടാ? എന്തൊക്കെയാണ് നമ്മൾ ആ എംബ്ലത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ? ഏതൊക്കെയാ? പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ. അത് 2 നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എക്സാമിൽ ചോദിക്കാറുണ്ട്. എംബ്ലത്തിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയറും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, 2 കാര്യങ്ങൾ: പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ. ഓക്കെ, ഇനി നാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡ് നോട്ട് ചെയ്യേണ്ടതാട്ടോ. നാബ് എന്ന് പറയുന്നത് നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. 2 കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഏതാ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ ആ പാരഗ്രാഫിന്റെ സെക്കൻഡ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? നാബ് എന്തിനാ ഫോക്കസ് ചെയ്യുന്നതെന്ന്? നാബ് ഫോക്കസ് ഓൺ സ്ട്രീം ലൈനിങ് the entire operation of a hospital. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഹോസ്പിറ്റലിലെ മുഴുവൻ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നതിൽ നാബ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ നമ്മൾ? അതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നതിൽ, അത് കുറെ സ്റ്റാൻഡേർഡുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഒബ്ജക്റ്റീവ് എലമെന്റ്സുകള്, സ്റ്റാൻഡേർഡുകളും ചാപ്റ്ററുകളൊക്കെ നമ്മൾ എച്ച് കുറച്ചൊക്കെ പഠിച്ചു വെച്ചതാണ്. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാ ലെവലിലും നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു, രജിസ്ട്രേഷൻ മുതൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പിന്നെ അതിന്റെ ഫോളോ അപ്പ് എടുക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളെയും അവര് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ സ്റ്റാൻഡേർഡ്സിൽ അവർ ഉൾപ്പെടുത്തുന്നതാണ് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നതിൽ നാബ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇതിങ്ങനെ പാരഗ്രാഫ് പോലെ കിടക്കുന്നതാണ്. അപ്പൊ ഓരോ പാരഗ്രാഫിലും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഇടുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ബാക്കിയൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയേ, നാബ് എന്നുള്ളത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം കേട്ടോ. NABH. NAB is equivalent to JCI and other international standards. NAB എന്തിന് ഈക്വലന്റ് ആണ്? JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, പഠിച്ചതാണ് JCI. JCIക്കും പിന്നെ അതുപോലെ അന്താരാഷ്ട്ര നിലവാരങ്ങൾക്കും, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിങ് HAS, ഇതൊക്കെ ഓരോ കൗൺസിലാണ്. HAS, Food Authorize the SANDA, Australian Council of Healthcare Standards, the Japan Council for Quality in Healthcare, and the National Committee for Quality Assurance in United States. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരങ്ങൾക്കും JCIക്കും തുല്യമാണ് നാബ് എന്ന് പറയുന്നത്.
Okay, NAB is equivalent to JCI and other international standards. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കൗൺസിൽ ആണ് കൊടുത്തേക്കുന്നത്. HAS ഉണ്ട്, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ദ ജപ്പാൻ കൗൺസിൽ ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ഉണ്ട്, ആൻഡ് ദ നാഷണൽ കമ്മിറ്റി ഫോർ ക്വാളിറ്റി അഷൂറൻസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ അതെല്ലാം ഉൾപ്പെടുന്ന JCIക്കും മറ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനും ഒക്കെ ഈക്വലന്റ് ആണ് NAB എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, ഇറ്റ് സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ അക്രഡിറ്റഡ് ബൈ IS2UA, the apex body. അപ്പൊ ഈ NABിനൊക്കെ അതിന്റെ ഓരോ സ്റ്റാൻഡേർഡുകൾ, മാനദണ്ഡങ്ങള് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് IS2UA ആണ്. അതാണ് അപെക്സ് ബോഡി എന്ന് പറയുന്നത്, ഏറ്റവും അതിന്റെ ഹെഡായിട്ട് നിൽക്കുന്നത്. അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നതാണ് IS2UA. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, കാണുന്നില്ലേ? ലാസ്റ്റ് ലൈൻ കാണാൻ പറ്റില്ല എനിക്ക്? നോക്കിയേ, ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നില്ലേ ലാസ്റ്റ് ലൈൻ? നോക്കിയത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ JCI, NAB തുടങ്ങിയ ആ ബോഡി, അങ്ങനെയുള്ളവർക്കൊക്കെ, ആ ഓർഗനൈസേഷനൊക്കെ നമ്മള് അപ്രൂവല് കൊടുക്കുന്നത് IS2UA ആണ്. ഇതാണ് അപെക്സ് ബോഡി എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ ബോഡികൾക്ക്, അതായത് NAB, JCI പോലുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് IS2UA. എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെക്കണം കേട്ടോ. അതിന്റെ അവിടെ ആ ലാസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടില്ല എല്ലാവരും? അവിടെ ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നത്. Its standards have been accredited by, ഈ NABിന്റെ സ്റ്റാൻഡേർഡുകള് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്, അതിന് അംഗീകാരം കൊടുക്കുന്നത് IS2UA ആണ്. അതാണ് അപെക്സ് ബോഡി എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കേട്ടോ. അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, അപ്രൂവല് കൊടുക്കുന്നത്, NABിന്, JCIക്ക് ഒക്കെ അപ്രൂവല് കൊടുക്കുന്നത് ആരാണ്? IS2UA. ഒന്ന് എഴുതി വെച്ച അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഇന്റർനാഷണൽ, അവിടെ തന്നെ എഴുതിക്കോ, സ്ഥലം ഉണ്ടാവുമല്ലോ. അറിയാലോ, അനന്തതേ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വിളിച്ചിട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഓക്കെ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അപ്പൊ ആരാണ് ഈ NAB, JCI തുടങ്ങിയ കഴിഞ്ഞ ചാപ്റ്റർ വാതിര മിസ് ഇപ്പോ ജസ്റ്റ് പഠിച്ചോളൂ അല്ലെ? ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് ഇരിക്കുന്നതാണ്. ആദ്യത്തെ സെക്ഷനാണ് ആതിരമാമ എടുത്തത്, പിന്നെ NABിന്റെ JCIയുടെ ബാധ്യതമാമ. ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ആ ചാപ്റ്റർ ഒന്ന് തീർക്കുന്നത് കേട്ടോ. അപ്പൊ കുറെയൊക്കെ നമ്മൾ അതിനകത്തൊക്കെ വന്നതാണ്. ഓക്കെ, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ NABിനും JCIക്കും ഒക്കെ ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അതിന്റെ അപ്രൂവല് കൊടുക്കുന്നത് IS2UA ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് അണ്ടർലൈൻ ചെയ്തില്ല എല്ലാവരും? മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് കേട്ടോ. NABിനൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാണ്? IS2UA. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കി. Accrediting the accreditors. Accreditors എന്ന് പറഞ്ഞാൽ accreditors എന്ന് പറഞ്ഞാൽ a person that grant accreditation. Accreditation അനുവദിക്കുന്ന വ്യക്തികള്, അവരെയാണ് accreditors എന്ന് പറയുന്നത്. A person that grants, GRANTS, grants accreditation. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ആ വ്യക്തികള്, അവരെയാണ് അക്രഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അക്രഡിറ്റേഴ്സ് നോക്കിയേ, accrediting the accreditors helps making NAB accreditation at par with the world's most leading hospital accreditation. അപ്പൊ ഇവിടെ ഈ അക്രഡിറ്റേഴ്സ്
നമ്മൾ അക്രഡിറ്റേഷൻ നൽകുന്നതിനാല് ഈ നാബിന്റെ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മുടെ വേൾഡിലെ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് തുല്യമാണ് നാബിന്റെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന് നാബ് അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല അല്ലെ. ഒരുപാട് അതിനകത്ത് നമ്മൾ പറയുന്ന 100ഓളം സ്റ്റാൻഡേർഡ്സ്, അതൊക്കെ ഓരോ ഇതിനും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മള് HIയിൽ തുടങ്ങി നമ്മൾ പറഞ്ഞു വരുന്നതാണ് എത്ര 10 ചാപ്റ്റർ ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, അങ്ങനെയാണ് നമ്മൾ HIയിൽ പഠിച്ചത്. ഇതിലൊരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് കേട്ടോ. ആ ഒരു ടേബിൾ പഠിക്കേണ്ട, അത് ഓരോ വർഷവും ഇങ്ങനെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ആ മാനദണ്ഡങ്ങൾ അവർ വ്യത്യാസപ്പെടും. അപ്പൊ കുറച്ചും കൂടിയൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതനുസരിച്ച് അപ്പൊ അത്രയും കാര്യങ്ങൾ, അത്രയും സ്റ്റാൻഡേർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമല്ലേ നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഈ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ഈ അക്രഡിറ്റേഴ്സ് ഈ നാബിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് കൊണ്ട് ഈ നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, ഹോസ്പിറ്റലിലെ നമുക്ക് ആ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അക്രഡിറ്റേഷന് തുല്യമാണ് ഈ നാബ് അക്രഡിറ്റേഷൻ എന്നുള്ളത്. ഓക്കെ, അക്രഡിറ്റേഴ്സ് അവിടെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് കൊണ്ട് നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അക്രഡിറ്റേഷന് തുല്യമാണ് നാബ് അക്രഡിറ്റേഷൻ. ഓക്കെ, അപ്പൊ നമുക്കത് അത്രയും നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാ കാര്യങ്ങളും അവര് ഓക്കെയാണ് അല്ലെ. ആ പേഷ്യന്റ് സേഫ്റ്റിനെ, ക്വാളിറ്റി കെയർ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് എല്ലാം ഫോളോ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അതൊരു ചില്ലറ കാര്യവുമല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് തുല്യമാണ് ഈ നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. The official website of QCI should be referred for application and implementation of healthcare standards. നോക്കിയേ, നമ്മള് ഈ ഒരു ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡുകള് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഉപയോഗത്തിലാക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, പ്രയോഗിക്കുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുന്നതിനും ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡുകൾ അപ്ലൈ ചെയ്യുന്നതിനും പ്രയോഗിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും QCIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് റെഫർ ചെയ്യണം. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് റെഫർ ചെയ്യണം. The official website of QCI should be referred. എന്തിനു വേണ്ടിയാ, എന്തിനാണ് നമ്മൾ QCIയുടെ വെബ്സൈറ്റ് റെഫർ ചെയ്യണമെന്ന് പറയുന്നത്? For application and implementation of health care standards. ഈ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്രയോഗിക്കുന്നതിനും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ഒക്കെ QCIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അത് നമ്മളൊന്ന് റെഫർ ചെയ്യണം. Quality Council of India works under the guidelines of the Ministry of Commerce. Underline the sentence. The Quality Council of India works under the guidelines of Ministry of Commerce. വാണിജ്യ മന്ത്രാലയത്തിന്റെ ഗൈഡ്ലൈൻസ്, മാർഗനിർദ്ദേശത്തിന് കീഴിലാണ് ഈ QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഇതാണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്, അതിന്റെ ഒരു വാണിജ്യ മന്ത്രാലയത്തിന്റെ ആ ഒരു ഗൈഡ് ലൈൻസില് മാർഗനിർദ്ദേശം, ആ ഒരു മാർഗനിർദ്ദേശത്തിന് കീഴിലാണ് ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ലൈൻ കൂടി അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി ഹിസ്റ്ററിയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഹിസ്റ്ററി. The term accreditation means the systematic assessment of hospital against accepted standard. Very important. Underline ചെയ്തിട്ടോ. അത് എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? മീൻസ് ദ സിസ്റ്റമാറ്റിക് അസസ്മെന്റ്. എന്താ, ഒരു ചിട്ടയായ ഒരു വിലയിരുത്തലാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓരോ സ്റ്റാൻഡേർഡുകളും നോക്കും, അത് എന്താ, ഒരു സിസ്റ്റമാറ്റിക് ആണ്, ഒരു ചിട്ടയായിട്ട് ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ ഓരോന്നും വിലയിരുത്തുകയാണ്.
ഹോസ്പിറ്റലിലെ ഓരോ മാനദണ്ഡങ്ങളും ഞാൻ പറയുന്ന ഓരോ മാനദണ്ഡങ്ങളും ഹോസ്പിറ്റല് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്താണ് ഒരു ചിട്ടയായിട്ടുള്ള ഒരു വിലയിരുത്തൽ, ഒരു അസസ്മെന്റ് ആണ് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഒരു അസസ്മെന്റ് ആണ് ശരിക്കും അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? മീൻസ് ദ സിസ്റ്റമാറ്റിക് അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ എഗൈൻസ്റ്റ് അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് കുറെ സ്റ്റാൻഡേർഡുകൾ അവിടെ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, മാനദണ്ഡങ്ങൾ വച്ചിട്ട് ഹോസ്പിറ്റലിന്റെ ഒരു അസസ്മെന്റ് ആണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തു എല്ലാവരും സെന്റൻസ്? ഓക്കെ. അപ്പൊ അതായത് നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ഒരു കുറച്ച് മാനദണ്ഡങ്ങൾ അല്ലെ, കുറച്ച് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ക്വാളിറ്റി, ഒരു ഗുണനിലവാരം സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു ഘടനാപരമായിട്ടുള്ള ഒരു അസസ്മെന്റ്, ഒരു വിലയിരുത്തലാണ് ശരിക്കും അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഹോസ്പിറ്റല് അവരുടെ ക്വാളിറ്റി സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു ഘടനാപരമായ ഒരു വിലയിരുത്തൽ ഹോസ്പിറ്റലിനെ അസസ് ചെയ്യാണ്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ, അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഹോസ്പിറ്റലിന് ഒരു അസസ്മെന്റ് ആണ്. അതാണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറിജിനലി അക്രഡിറ്റേഷൻ വാസ് ബിൽഡ് ഫോർ ഹോസ്പിറ്റൽസ്. അപ്പൊ ശരിക്കും ഈ അക്രഡിറ്റേഷൻ നമ്മള് ഹോസ്പിറ്റലിനാണ് ശരിക്കും ആദ്യമായിട്ട് ഇത് വന്നത്, അക്രഡിറ്റേഷൻ എന്നുള്ളത്. ഓക്കെ, ഹോസ്പിറ്റലുകൾക്കാണ് ആദ്യം അക്രഡിറ്റേഷൻ ബിൽഡ് ചെയ്തത്. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന എന്നുള്ളത് ഹോസ്പിറ്റലിനാണ് ആദ്യമായിട്ട് അക്രഡിറ്റേഷൻ നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് നോക്കിയപ്പോൾ ലേറ്റർ ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു, പിന്നെ അത് എങ്ങോട്ടൊക്കെ വ്യാപിച്ചു? ആദ്യം നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിനാണ് അക്രഡിറ്റേഷൻ, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് ശരിക്കും അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത്, ബിൽഡ് ചെയ്തത്. എന്നാൽ പിന്നീട് അത് എന്തിലേക്ക്? പ്രൈമറി കെയറിലേക്ക്, ബ്ലഡ് ബാങ്ക്, മെഡിക്കൽ ഇമേജിംഗ് സർവീസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, മറ്റുള്ള ഹെൽത്ത് കെയർ സെക്ടേഴ്സിലേക്കൊക്കെ അത് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു, അത് വ്യാപിച്ചു. ആദ്യം ഹോസ്പിറ്റലില്, പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് അത് ഈ പ്രൈമറി കെയറിലേക്കും ബ്ലഡ് ബാങ്കിലേക്കും മെഡിക്കൽ ഇമേജിംഗ് സർവീസസ്, ഹെൽത്ത് കെയർ സെക്ടേഴ്സിലൊക്കെ ഈ അക്രഡിറ്റേഷൻ വന്നു. അത് അക്രഡിറ്റേഷൻ കൊടുക്കണം. ബ്ലഡ് ബാങ്കിൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് സർവീസിൽ അക്രഡിറ്റേഷൻ കൊടുക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തു. The origin of the accreditation process was in the United States of America. Underline ചെയ്ത സെന്റൻസ് എവിടെയാണ് അതിന്റെ ഒറിജിൻ? The origin of the accreditation process was in the United States of America. ഒറിജിൻ, അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ആരംഭം, ഒറിജിൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇനി 1917, ഇനി കുറെ ഡേറ്റുകളാട്ടോ, അതൊന്നും നിങ്ങളൊന്ന് ഒരു ഓർഡറിൽ ഒന്ന് ഇതൊന്നും ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുത്തോ, പറഞ്ഞുതരാം കേട്ടോ. 1917 1917 the American College of Surgeons developed a program of minimum standards for hospital to assess and identify suitable hospitals for surgical training. അപ്പൊ ഒരു ഡേറ്റ് 1917 എന്താ, ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ അത് അവരെന്ത് ചെയ്തു? ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു. അതെന്തിനു വേണ്ടിയിട്ടാ? സർജിക്കൽ ട്രെയിനിങ്, ഹോസ്പിറ്റലുകൾക്ക് സർജിക്കൽ ട്രെയിനിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളെ, അപ്പൊ സർജിക്കൽ ട്രെയിനിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളെ അസസ് ചെയ്യാൻ, വിലയിരുത്താനും ഐഡന്റിഫൈ, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവർ ഡെവലപ്പ് ചെയ്തു. 1917 കാര്യമാണ് കേട്ടോ. American College of Surgeons developed a program of minimum standard for hospital. To assess and identify suitable hospitals for surgical training. Surgical training ആവശ്യമായിട്ടുള്ള, അതിന് suitable ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ, സർജിക്കൽ ട്രെയിനിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളെ നമ്മൾ അത്
ഐഡന്റിഫൈ ചെയ്യാനും അതിനെ അസസ് ചെയ്യാനും വേണ്ടിയിട്ട് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ എന്ത് ചെയ്തു? ഒരു പ്രോഗ്രാം അവര് ഡെവലപ്പ് ചെയ്തു. എന്തായിരുന്നു അതിന്റെ പേര്? പ്രോഗ്രാം ഓഫ് മിനിമം സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് this developed into a multidisciplinary program of standardization. പിന്നീട് എന്ത് ചെയ്തു? 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ഹോസ്പിറ്റലിലെ അപ്പയുള്ള മിനിമം സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു. എന്നാ സ്റ്റാർട്ട് ചെയ്ത? 1970 ആ ഹോസ്പിറ്റലുകളിൽ മിനിമം സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എന്ത് ചെയ്തു? അത് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അവിടെ അതിനുശേഷം 1951 okay, this developed into a multidisciplinary program for standardization. ആ 1951 എന്ത് ചെയ്തു? കുറച്ച് പ്രൊഫഷണലുകളെയും കൂടി അതിനകത്തായിട്ട് ചേർത്തു അവര്. ഒരുപാട് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ അടങ്ങുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ കൂടി ചേർന്നിട്ട് അവിടെ എന്ത് രൂപീകരിച്ചു? അവര് ദ ഫോർമേഷൻ ഓഫ് ദ ഇൻഡിപെൻഡന്റ് ജോയിന്റ് കമ്മീഷൻ ഓൺ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. അത് അവര് കുറച്ച് പേരെയും കൂടി കുറച്ച് പ്രൊഫഷണലിനെയും കൂടി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1951 ആയപ്പോഴത്തേക്കും അത് എന്താക്കിയത്? ഇൻഡിപെൻഡന്റ് ജോയിന്റ് കമ്മീഷൻ ഓൺ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ നോൺ ആസ് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അത് അവര് JCI രൂപീകരിച്ചു. ഓക്കെ, 1951 കുറച്ചും കൂടി ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് അതൊരു JCI ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, then all subsequent national programs have been derived from this either directly or indirectly. പിന്നീട് അതിൽ നിന്ന് നമ്മൾ കുറേ അതിന് സബ്സീക്വന്റ് ആയിട്ട് കുറേ പ്രോഗ്രാംസുകൾ അതിന് എന്ത് ചെയ്തു? അത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു. തുടർന്നുള്ള എല്ലാ ദേശീയ പരിപാടികളും ഇതിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഡെവലപ്പ് ചെയ്ത് ഡിറൈവ് ചെയ്താണ്, ഉരുത്തിരിഞ്ഞതാണ്. 2 ഡേറ്റ് ആണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, എന്താ? 1971 നമ്മൾ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ മിനിമം സ്റ്റാൻഡേർഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 1970 ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തിടാം. അത് 1951 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കുറച്ച് ആളുകളെയും കൂടി കുറച്ച് പ്രൊഫഷണലിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ എന്താണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCI എന്ന് പറഞ്ഞ ഇത് അവര് രൂപീകരിച്ചു. ഓക്കെ, JCI 2 ഡേറ്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം അതിനെ തുടർന്ന് പിന്നീട് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ എല്ലാ ദേശീയ പരിപാടികളും ഇതിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഉരുത്തിരിഞ്ഞതാണ് പിന്നീട് വരുന്നത്. ഇനി അവിടെ 2 ഡേറ്റ് നോട്ട് ചെയ്തിടണം. പിന്നെ നമ്മൾ എന്താണ് അക്രഡിറ്റേഷൻ എന്നുള്ളത് അത് പറഞ്ഞു, അതും ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒറിജിൻ ഓഫ് ദ അക്രഡിറ്റേഷൻ പ്രോസസ് എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇത്രയും കാര്യങ്ങൾ 4 കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ നോട്ട് ചെയ്തിട്ടില്ല എല്ലാവരും? അക്രഡിറ്റേഷൻ എന്താന്ന് പറഞ്ഞു, അക്രഡിറ്റേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാന്ന് പറഞ്ഞു. 1970 ആദ്യമായിട്ട് അവരത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1951 ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടി അവരത് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് JCI രൂപീകരിച്ചു. ഓക്കെ, ആ ഒരു പാരഗ്രാഫിൽ അത്രേ പറയുന്നത്. ഇനി അടുത്തത് NABIന്റെ ആണ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ അതിൽ നിന്ന് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. NAB എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം എനിക്ക് ചോദിക്കാം. ഇനി അടുത്ത പാരഗ്രാഫില് അവിടെ നമ്മള് എന്താ പറയുന്നത്, ഇതൊക്കെ ഹിസ്റ്ററിയിൽ വരുന്ന കേട്ടോ. ആസ് ദ ഡിമാൻഡ് ഫോർ അക്രഡിറ്റേഷൻ ഗ്രോ. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അക്രഡിറ്റേഷന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? കൂടി. അപ്പൊ ഇങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതനുസരിച്ച് കുറെ ഹോസ്പിറ്റലുകൾക്കൊക്കെ ആണെങ്കിലും എന്ത് ചെയ്തു? ഈ നമുക്ക് എന്താ അതിന്റെ ആ ഒരു അക്രഡിറ്റേഷൻ എന്നുള്ളതിന്റെ ഡിമാൻഡ് കൂടി വന്നു. ഓക്കെ, ആസ് ദ ഡിമാൻഡ് ഫോർ അക്രഡിറ്റേഷൻ ഗ്രോ, ഡിമാൻഡ് വർദ്ധിച്ചോടുകൂടി ദ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ JCI was established for this purpose in the USA in the year 1998. Okay.
അപ്പൊ ഈ അപ്പൊ അങ്ങനെ അക്രഡിറ്റേഷന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി ഈ JCI എന്ത് ചെയ്തു, USA-യില് 1998-ല് ഈ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുക എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് USA-യില് എന്ത് ചെയ്തു, JCI സ്ഥാപിച്ചു 1998-ല്. As the demand for accreditation grew, the JCI was established. JCI എവിടെ സ്ഥാപിച്ചു? ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് USA-യില് 1998-ല് സ്ഥാപിച്ചു. The JCI accreditation standards are based on JCI accreditation standards are based on consensus. Consensus എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു പൊതുസമ്മതം. ഒരാൾക്കടെ മാത്രമല്ല, ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇത് ചേർന്നിട്ടാണ് consensus. The JCI accreditation standards are based on consensus standard developed by healthcare professionals from many countries. എന്താ, പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അവര് രാജ്യങ്ങളിൽ നിന്നുമുള്ള ആ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വികസിപ്പിച്ചെടുത്ത, ഡെവലപ്പ് ചെയ്ത ഒരു പൊതുവായ ഒരു മാനദണ്ഡങ്ങൾ, ഒരു സമമായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ JCI അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തിട്ടോ. The JCI accreditation standards are based on എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നേ? പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വികസിപ്പിച്ചെടുത്ത ഒരു സമഗ്രമായിട്ട്, ഒരു പൊതുവായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ബേസ്ഡ് ഓൺ consensus standards developed by healthcare professionals from many countries. Clear ആയോ? JCI accreditation എന്തിനെ ബേസ് ചെയ്തിട്ടാ? പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വികസിപ്പിച്ചെടുത്ത ഒരു സമമായ ഒരു മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടാ. An international body known as the International Society for Quality in Healthcare. നമ്മൾ പറഞ്ഞില്ലേ ISQUA. ഈ നാവിനും JCI-ക്കും ഒക്കെ അക്രഡിറ്റേഷന് അപ്രൂവൽ കൊടുക്കുന്ന ഒരു ഹെഡാണ്. ISQUA was then established an umbrella organization to provide approval for other accreditation bodies. Okay. അപ്പൊ ISQUA എന്നറിയപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ബോഡി, അത് നമ്മുടെ ഹെഡാണ്. JCI-ക്കും നാവിനും ഒക്കെ അക്രഡിറ്റേഷൻ അപ്രൂവ് ചെയ്യുന്ന ഒരു ഹെഡാണ് ISQUA എന്ന് പറയുന്നത്. അത് മറ്റ് അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സംഘടന സ്ഥാപിച്ചു. അതാണ് അംബർല ഓർഗനൈസേഷൻ. എല്ലാവരെയും അതിന്റെ കീഴിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് was established. ISQUA was then established an umbrella organization to provide എന്തിനു വേണ്ടിയാ, approval for other accreditation bodies. മറ്റുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അംഗീകാരം അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ISQUA എന്ത് ചെയ്തു, രൂപീകരിച്ചു. അതിനൊരു സംഘടനയായിട്ട് അത് സ്ഥാപിക്കപ്പെട്ടു. In 1999, അടുത്തൊരു ഡേറ്റ് ആണ്, they launched a program called Agenda. Underline ചെയ്തിട്ടത്. In 1999, they launched a program called Agenda for Leadership in Programs in Accreditation. Programs in healthcare accreditation, which provide services to various national accreditation body to provide and administer standard of healthcare according to international standards. ഇവിടെ നോക്കിയേ, Okay, 1999 ഈ
In 1999, 1999 ഹെൽത്ത് കെയർ അക്രഡിറ്റേഷനെ നമ്മൾ ആ ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളില് നേതൃത്വത്തിനായി അജണ്ട എന്ന പേരിൽ ഒരു പ്രോഗ്രാം അവര് ആരംഭിച്ചു. അതൊന്ന് നോട്ട് ചെയ്തിടാം. അതിന്റെ പേര് അജണ്ട, AGENDA. അജണ്ട. In 1997 they launched a program. ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു അവര്. Called the Agenda for Leadership in Programs in Healthcare. Okay, healthcare accreditation. Healthcare accreditation. ഇനി അടുത്തതായിട്ട് പറയാം വിച്ച് പ്രൊവൈഡ്, അങ്ങനെ പറയാം, അതാണ് എളുപ്പം. അപ്പൊ അജണ്ട എന്ന പേരിൽ അവരൊരു പ്രോഗ്രാം എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു, ആരംഭിച്ചു. അത് എന്താ പറഞ്ഞിരിക്കണേ, വിച്ച് പ്രൊവൈഡ് സർവീസസ് ടു വേരിയസ് നാഷണൽ അക്രഡിറ്റേഷൻ ബോഡി ടു പ്രൊവൈഡ് ആൻഡ് അഡ്മിനിസ്റ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് കെയർ അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അതെന്തിനാ, അത് വിവിധ ദേശീയ നാഷണൽ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് എന്താ ഒരു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച്, അത് വിവിധ ആ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഒരു മാനദണ്ഡം, ഒരു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ മാനദണ്ഡങ്ങൾ നൽകാനും അത് നിയന്ത്രിക്കാനും സേവനം നൽകാനും അതിനു വേണ്ടി അത് ഫോം ചെയ്തു എന്നുള്ളത്. ആ ഒരു പ്രോഗ്രാം എന്തിനു വേണ്ടിയാ, വിച്ച് പ്രൊവൈഡ് സർവീസ് ടു വേരിയസ് നാഷണൽ അക്രഡിറ്റേഷൻ ബോഡി. ഉണ്ടോ, പല അക്രഡിറ്റേഷൻ ബോഡികൾക്ക് സർവീസ് കൊടുക്കാൻ, സേവനം നൽകുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അത് പറഞ്ഞിരിക്കുന്നത്. വിച്ച് പ്രൊവൈഡ് ടു വേരിയസ് നാഷണൽ അക്രഡിറ്റേഷൻ ബോഡീസ് ടു പ്രൊവൈഡ് ആൻഡ് അഡ്മിനിസ്റ്റർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹെൽത്ത് കെയർ അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഒരു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ ഹെൽത്ത് കെയറില് നമുക്ക് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് നൽകാനും നിയന്ത്രിക്കാനുമുള്ള ഒരു സേവനമാണ് ആ ഒരു പ്രോഗ്രാമിലൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രോഗ്രാമിന്റെ പേര് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്ക് അവിടെ. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിൽ വരുന്നത്, ഇൻ ഇന്ത്യ ദ നാബ് സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2006. അണ്ടർലൈൻ ചെയ്തോ, ഡേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യയില് നാബ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത് എത്രയാ എന്നാണ്, 2006 2006 ഇന്ത്യയില് നാബ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് QCI. ഏതാണ് നാബ് എന്ന് പറഞ്ഞതാ, ക്വാളിറ്റി കൗൺസിലിംഗ് ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്നതാണ് നാബ് എന്ന് പറയുന്നത്. ആസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് QCI ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തതാ, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇന്ത്യയില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്കായിട്ട് ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകള് സ്ഥാപിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായിട്ട് ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. അത് 2006 ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പൊ ഇന്ത്യയിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടി അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് ആ അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുന്നതിന്, ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായിട്ട് QCIയുടെ ഒരു ഘടക ബോർഡ് എന്ന നിലയിൽ എന്ത് ചെയ്തു, 2006 ഇന്ത്യയില് നാബ് ഫോം ചെയ്തു. ഡേറ്റ് നോക്കി വെക്കാം, എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണെന്നുള്ളത് നോക്കി വെക്കാം. The purpose of the NAB was to design and monitor healthcare standards for hospitals and healthcare providers in accordance with the international standards. Underline ചെയ്തിട്ടോ, നാബിന്റെ പർപ്പസ് എന്താണ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. The purpose of NAB, എന്താ നാബിന്റെ ഉദ്ദേശം? The purpose of NAB was to design and monitor. ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ രൂപീകരിക്കുക അല്ലെ, മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. ടു ഡിസൈൻ, രൂപീകരിക്കുക, രൂപകൽപ്പന ചെയ്യുക, ഡിസൈൻ ചെയ്യുക.
was to design and monitor healthcare standards for hospitals and healthcare providers in accordance with the international standards. എന്താ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് അല്ലെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായിട്ട് ഈ ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഒരു മാനദണ്ഡങ്ങള്, ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങള് രൂപീകരിക്കുക, അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് നാബിന്റെ ഒരു പർപ്പസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. The purpose of the NAB was to design and monitor healthcare standards for hospitals and healthcare providers. എന്തിനനുസരിച്ചാ? Accordance with the international standards. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായിട്ട് ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനുമുള്ള ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സുകൾ മോണിറ്റർ ചെയ്യാനും ഡിസൈൻ ചെയ്യുകയും ചെയ്യുക, അതാണ് അനാബിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, the first edition of the standard was released in 2006. അപ്പൊ ആദ്യത്തെ എഡിഷൻ, നാബിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ ആദ്യത്തെ എഡിഷൻ എന്നാ റിലീസ് ചെയ്തത് 2006-ലാണ്. അതും അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. The first edition of standard was released in 2006. ആദ്യത്തെ എഡിഷൻ എന്നാ വന്നേ ഏതാണ്? 2006-ല്. നാബിന്റെ first edition of standards was established, released in 2006, revised. അത് റിവൈസ് ചെയ്യുന്ന ഓരോ 3 വർഷം കൂടുമ്പോഴും, ആൻഡ് റിവൈസ്ഡ് ഇൻ every 3 years. കണ്ടോ, ഓരോ 3 വർഷം കൂടുമ്പോഴും അത് റിവൈസ് ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ച അവിടെ. അപ്പൊ നാബ് സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓരോ 3 വർഷം കൂടുമ്പോഴുമാണ്. അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നാബിന്റെ സ്റ്റാൻഡേർഡ് അവര് റിവൈസ് ചെയ്യുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴും അവരെ മാനദണ്ഡങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അത് ഹോസ്പിറ്റലിൽ വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ 3 വർഷം കൂടുമ്പോഴും നാബ് അവരുടെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. ഓരോ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ അനുസരിച്ച് അതൊന്ന് എന്താ പറയാ, അവരത് പുതുക്കി എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാം. അങ്ങനെ ഓരോന്നും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും 3 വർഷം കൂടുമ്പോൾ. 3 വർഷം കൂടുമ്പോൾ നാബ് അതിന്റെ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യുമെങ്കിലും അത് ഹോസ്പിറ്റലില് പ്രാബല്യത്തിൽ വരുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇതിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത് അപ്പൊ ഈ ടെസ്റ്റ് എഴുതിയുള്ള സമയത്തൊക്കെ ഉള്ളതാണ് കേട്ടോ. Currently, the 4th edition of the NAB standards released in December 2015. അപ്പൊ നമ്മൾ കൂട്ടി നോക്കാലോ അല്ലെ. 4th edition of standards 2015-ലാണ്. അപ്പോ 5th edition എത്രയില് വരും? 2022-2024 ആ ഒരു 4 വർഷം, 2020-24 ആ ഒരു ഇതിനകത്ത് വരും. 2020-ല് 5th edition. അപ്പൊ നമ്മുടെ നമുക്ക് 2025 ആയില്ലേ. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? അപ്പൊ നൗ ദ ഹോസ്പിറ്റൽ ഇംപ്ലിമെന്റ് എത്രാമത്തെ എഡിഷനാ? ഓക്കെ, വെരി ഗുഡ്, 6th edition. ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 2015-2019 അതുവരേക്കും നമുക്ക് 4th edition പറയാം. പിന്നെ അടുത്ത 20 മുതൽ നമുക്ക് 5th edition. Then now the hospital implement 6th edition. Okay, 6th edition ആണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഓരോ 3 വർഷം കൂടുമ്പോഴും നാബ് അതിന്റെ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യുന്നുള്ളത് നോക്കി വയ്ക്കുക. ഇനി പാരഗ്രാഫിൽ അത്രയും പറയുന്നത് കേട്ടോ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2006-ലാണ്. പർപ്പസ് എന്താന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടു. പിന്നെ ഓരോ 3 വർഷം കൂടുമ്പോഴും നാബ് അത് എന്ത് ചെയ്തു? അതിന്റെ സ്റ്റാൻഡേർഡുകൾ അവര് റിവേഴ്സ് ചെയ്യുന്നു. ഇപ്പൊ നമ്മള് 6th edition-ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് 6th edition-ആണ്. ഇനി NAB is an institutional member of an accreditation council of the ISQUA. അപ്പൊ ISQUA-യുടെ ഒരു അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ ആണ് നാബ് എന്ന് പറയുന്നത്. നാബ്
is an institutional member of the Accreditation Council of ISQUA. Underline ചെയ്തോട്ടോ. The standards set by NAB have been accredited and approved by ISQUA. നമ്മൾ പറഞ്ഞതല്ലേ ഇപ്പൊ ഈ നാബിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാ? അപ്രൂവിന് കൊടുക്കുന്നത് ISQUA ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അവരുടെ ഹെഡ് ആണ്, അവർ അപെക്സ് ബോഡിയാണ്. അപെക്സ് ബോഡിയാണ്. അത് നിങ്ങൾ എഴുതുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ISQ ക്യാപിറ്റൽ ലെറ്റർ, UA എന്നുള്ളത് സ്മോൾ ലെറ്റർ. ഇതെല്ലാം എക്സാമിന് ഒബ്ജക്റ്റീവ് ആണല്ലോ. ഓൾറെഡി അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് എടുക്കാം, എഴുതാം. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ISQUA ക്വാളിറ്റി, അതാണ് QUA എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നാബിലൊക്കെ അക്രഡിറ്റേഷൻ അപ്രൂവൽ കൊടുക്കുന്നതാണ് ISQUA. This means that the NAB standards are alignment with the global benchmark set by the ISQUA. അലൈൻമെന്റ് എന്ന് വെച്ചാൽ ഒരു പൊരുത്തപ്പെടുക എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? അതെന്താ ഉദ്ദേശിക്കുന്നത്? This means that എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനർത്ഥം നാബിന്റെ മാനദണ്ഡങ്ങള് എന്താ ISQUA ഒരു സജ്ജമാക്കിയ ആഗോള മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ISQUA നാബിന് അപ്രൂവല് കൊടുക്കുന്നു അല്ലെ, അക്രഡിറ്റേഷൻ, നാബിന്റെ അക്രഡിറ്റേഷന് അപ്രൂവല് കൊടുക്കുന്നത് ISQUA ആണെന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ അർത്ഥം എന്താ? ഈ നാബിന്റെ മാനദണ്ഡങ്ങള് ISQUA സജ്ജമാക്കിയ ഒരു ആഗോള തലത്തിലുള്ള മാനദണ്ഡങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു? പൊരുത്തപ്പെടുന്നു എന്നാണ് അതിന്റെ ഒരു മീനിങ്. Thus, international recognition can be achieved through accreditation of hospitals by NAB. നാബിന്റെ നമുക്ക് നാബിന്റെ ഒരു അക്രഡിറ്റേഷനിലൂടെ നമുക്ക് ഒരു അന്താരാഷ്ട്ര അംഗീകാരം നമുക്ക് ഹോസ്പിറ്റലിന് നേടാനാകും. Thus, international recognition can be achieved through, underline ചെയ്തിട്ടോ ആ സെന്റൻസ്. International accreditation can be achieved through ഇതിക്കൂടി നമുക്കൊരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടുന്നത് അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ബൈ നാബ്. നാബിന്റെ അക്രഡിറ്റേഷനിലൂടെ നമുക്ക് ഹോസ്പിറ്റലുകൾക്ക് ഒരു അന്താരാഷ്ട്ര അംഗീകാരം നേടാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ലൈൻ പറഞ്ഞു, ISQUA അക്രഡിറ്റേഷൻ കൗൺസിലിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ ആണ് നാബ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ നാബിന്റെ അക്രഡിറ്റേഷന് അപ്രൂവൽ കൊടുക്കുന്നത് ISQUA ആണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ലൈനിൽ കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടോ. നാബിന്റെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താ? നാബിന്റെ ഒരു അക്രഡിറ്റേഷനിലൂടെ തന്നെ ഹോസ്പിറ്റലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അന്താരാഷ്ട്ര ഒരു അംഗീകാരം അല്ലെ, ആഗോള തലത്തിൽ ഒരു അംഗീകാരമാണ് ശരിക്കും ഒരു അക്രഡിറ്റേഷൻ, നാബ് അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത്. അപ്പൊ അതിലൂടെ നമുക്ക് ഹോസ്പിറ്റലുകൾക്ക് ഒരു അന്താരാഷ്ട്ര അംഗീകാരം നേടാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും, വെച്ചാൽ നമ്മൾ എക്സൈലും പഠിച്ചായിരുന്നു തന്നെയാ അവിടെ വന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് ഓർക്കണ്ടായിരുന്നെങ്കിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞായിരുന്നു. എത്ര സ്റ്റാൻഡേർഡൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓർക്കണ്ട്. എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു മൊത്തം? എത്ര ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ എക്സൈല് പഠിച്ചതാട്ടോ. അത് വ്യത്യാസമാവും, ഇപ്പത്തെ ഇതനുസരിച്ച് ഇച്ചിരി വ്യത്യാസമൊക്കെ വരാം. സ്റ്റാൻഡേർഡ് 10 അല്ലെ, 10 സ്റ്റാൻഡേർഡുകൾ, 10 ചാപ്റ്റർ, അതില് 100 സ്റ്റാൻഡേർഡ്, then 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. അത് നമ്മൾ അതൊന്ന് കാണാതെ പഠിച്ചു വെച്ചതാണല്ലേ, നമ്മളത് പഠിച്ചതാണ് ഓൾറെഡി. ഓക്കെ, ഇവിടെ നോക്കി സ്റ്റാൻഡേർഡ്സ്. The hospital accreditation program assesses the quality and the operational system which are in place within the facility. അതായത് ഒരു ഫെസിലിറ്റിക്കുള്ളിലെ, അതായത് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിനുള്ളിലെ നിലവിലുള്ള ഒരു ഗുണനിലവാരം, അതിന്റെ ഒരു പ്രവർത്തന സംവിധാനവും എന്താണ് ഈ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. The hospital accreditation program assess ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. എന്തൊക്കെയാ? ക്വാളിറ്റി ആൻഡ് ഓപ്പറേഷണൽ സിസ്റ്റം, അതിന്റെ ക്വാളിറ്റിയും പ്രവർത്തന സംവിധാനവും.
which are in place within the facility. ഒരു ഹോസ്പിറ്റലിലെ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി അവരുടെ പ്രവർത്തന സംവിധാനം ഒക്കെ വിലയിരുത്തുന്നു അല്ലെ. ഇതിലുള്ള പ്രവർത്തന സംവിധാനം ഒക്കെ വിലയിരുത്താണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ. This accreditation includes ഈ അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുന്ന എന്താ കംപ്ലൈൻസ്. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. പാലിക്കുക. This accreditation includes ഈ അക്രഡിറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് എന്തൊക്കെയാ കംപ്ലൈൻസ് വിത്ത് ദ NAB സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻസ്. അത് അനുസരിച്ചിട്ടുള്ള ലോ നിയമങ്ങൾക്കും ചട്ടങ്ങളും അനുസരിച്ചുള്ള ആ നാബിന്റെ സ്റ്റാൻഡേർഡ് പാലിക്കുക. അതാണ് അക്രഡിറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അക്രഡിറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എന്തൊക്കെയാ കംപ്ലൈൻസ് വിത്ത് ദ NAB സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ അതിന് ബാധകമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും റെഗുലേഷൻസ് അതൊക്കെ അതിലൂടെ ആ ചട്ടങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു NAB സ്റ്റാൻഡേർഡ് പാലിക്കുക എന്നാണ് ഈ NABിന്റെ അക്രഡിറ്റേഷൻ ഉൾപ്പെടുന്നത്. The NAB standards for hospitals are prepared by the technical committee. അണ്ടർലൈൻ ചെയ്തിട്ട് ഈ NAB standards for hospitals, ഹോസ്പിറ്റലിലെ NAB standards പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? Prepared by the technical committee constituted എന്ന് വെച്ചാൽ എന്താ രൂപീകരിക്കുക. ബൈ NAB രൂപീകരിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് എന്ത് ഈ NAB സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റൽസിന് പ്രിപ്പയർ ചെയ്യുന്നത്. NAB standards for hospitals are prepared by the technical committee constituted by NAB that has eminent എന്ന് പറഞ്ഞാൽ പ്രമുഖർ eminent person, പ്രമുഖ വ്യക്തികൾ എവിടെ നിന്നൊക്കെ ഉള്ളവരാ? ഫ്രം ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. അപ്പോ ഈ ക്ലിനിക്കൽ, നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി, അത് NAB രൂപീകരിച്ചിട്ടുള്ള ടെക്നിക്കൽ കമ്മിറ്റി, അതാണ് ഈ ഹോസ്പിറ്റലില് NAB സ്റ്റാൻഡേർഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് NAB standards for hospitals are prepared by dash. അങ്ങനെ ചോദിക്കാം അവിടെ. Prepared by the technical committee constituted. രൂപീകരിച്ചത് ആരാ? by NAB. NAB രൂപീകരിച്ച ഒരു ടെക്നിക്കൽ കമ്മിറ്റി. അതിനകത്ത് വരുന്നത് ആരൊക്കെയാ? പ്രമുഖ വ്യക്തികളാണ്. എവിടെ നിന്നുള്ളവരാ? ഫ്രം ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ. അവിടെ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ. The accreditation standards take into consideration the requirement for various laws and regulations and guidelines set by the government from time to time. അതായത് കാലാകാലങ്ങളിലായിട്ട് ഈ അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങള്, അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വിവിധ നിയമങ്ങളെയും അതുപോലെ നിയന്ത്രണങ്ങളുടെയും ആവശ്യകത, മാർഗനിർദ്ദേശങ്ങളുടെയൊക്കെ ആവശ്യകത കണക്കിലെടുക്കുന്നു. അതിന്റെ ആവശ്യകതകൾ കണക്കിലെടുത്തിട്ടാണ് ഈ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളത്. അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് കാലാകാലങ്ങളായി, ടൈം ടു ടൈം എന്ന് പറഞ്ഞിട്ട് guidelines set by the government from time to time. കാലാകാലങ്ങളിലായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള വിവിധ നിയമങ്ങളെയും നിയന്ത്രണങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെ ഗൈഡ്ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളുടെയും ഒക്കെ ഒരു ആവശ്യകത ഇവിടെ കണക്കിലെടുക്കുന്നു. ഈ ലാസ്റ്റ് എവിടെ നോക്കിയേ? NAB standards അണ്ടർലൈൻ ചെയ്തിട്ടോ, നമ്മൾ പറഞ്ഞത് തന്നെയാട്ടോ. NAB standards has 10 chapters incorporating 100 standards, 651 objective elements. Underline ചെയ്തിട്ടോ. Okay, 10 chapters, 100 standards, 651 objective elements. Out of 651 objective elements, 1 or 2 are in എവിടെയാ? കോർ കാറ്റഗറി. വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, പഠിച്ചതല്ലേ? CORE, കോർ കാറ്റഗറി.
അവിടെ എഴുതി ചേർത്തേ. ആർ ഇൻ കോർ, അത് അവിടെ വിട്ടുപോയി ആ ഒരു വേർഡ്. ആർ ഇൻ കോർ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താ? പ്രധാന വിഭാഗം. പഠിച്ചതല്ലേ നമ്മളത്? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 എണ്ണത്തെ നമ്മൾ ഏതാ കോർ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രധാന വിഭാഗം. അതെന്താ? വിച്ച് ആർ മാൻഡേറ്ററി അസസ്ഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. ഓരോ മൂല്യനിർണയ സമയത്തും വിലയിരുത്തപ്പെടുന്നവയാണത്. എഴുതി വെച്ച അവിടെ ഓരോ മൂല്യനിർണയ സമയത്തും അസസ് ചെയ്യുന്നതാണ്. ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്നതാണ് 102 എണ്ണം. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 102 എണ്ണം കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് എപ്പോഴാണ് വിലയിരുത്തപ്പെടുന്നത്? ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്നവ. നോട്ട് ചെയ്തെടുത്തില്ലേ? നമ്മുടെ പഴയ എച്ചയിലെ നോട്ടിലുണ്ട്. ആ ഒരു പേജിൽ ചാപ്റ്ററിൽ അതിനകത്ത് നമ്മൾ 4 നോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് നെക്സ്റ്റ് 459 ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അടുത്തത് ഏതാ? പ്രതിബദ്ധതാ വിഭാഗം അല്ലെ? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ്. അത് ഇതിനകത്തും ചോദിക്കാം കേട്ടോ. ഈ നമ്മൾ പി ജിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 651 ഒബ്ജക്റ്റീവ് എലമെന്റിൽ ഏതെങ്കിലും ഓർമ്മ തന്നിട്ട് അത് ഏത് കാറ്റഗറിയിലാണ് വന്നിയത്. അതാണ് ഇതും ഇവിടെയും ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞത്. പി ജിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അത് എച്ച് ഐയിൽ പഠിച്ചത് തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്കത് പോരുത്. ഇതൊന്ന് നോട്ട് ചെയ്തിട്ടോളണം. 459 ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഏത് വിഭാഗത്തിലാണ്? പ്രതിബദ്ധതാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വിച്ച് വിൽ ബി അസസ്ഡ് ഡ്യൂറിങ് ഫൈനൽ അസസ്മെന്റ്. എപ്പോഴാ? അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണത്. അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവ. ഓക്കെ, അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ് 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അടുത്ത് നോക്കിയേ, 60 ആർ ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി. അതിൽ 60 എണ്ണം ഇതിൽ വരുന്നതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി. എന്ന് വെച്ചാൽ എന്താ? നേട്ട വിഭാഗം. 60 ആർ ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി. 60 എണ്ണം ഏതിൽ വരുന്നതാണ്? നേട്ട വിഭാഗം. which will be assessed during surveillance assessment. എപ്പോഴാ നമ്മൾ വിലയിരുത്തപ്പെടുന്നത്? നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവ. അവ നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് പരിശോധിക്കുന്നതാണ്. Then and 30 are in excellence category. മികവ് വിഭാഗം. അതിലെ 30 എണ്ണം ഇതിൽ വരുന്നതാണ് മികവ് വിഭാഗം. എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നതാണ്. which will be assessed during re-accreditation. ഏത് സമയത്ത്? റീഅക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ് 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. 30 ആർ ഇൻ എക്സലൻസ് കാറ്റഗറി, മികവ് വിഭാഗം. അതില് which will be assessed during re-accreditation. റീഅക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ്, അസസ് ചെയ്യുന്നതാണ് 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അങ്ങനെ മൊത്തം 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ക്ലിയർ അല്ലേ? അത് ഓക്കെ അല്ലേ? അത് ഓക്കെ. ഓരോന്നും എത്ര 651 ഓരോ നമ്പർ തന്നിട്ട് അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, അത് എപ്പോഴാണെന്നുള്ളതും നോക്കി വെക്കുക കേട്ടോ. ഇനി ഇതും നമ്മൾ പഠിച്ചതാണ്, നമ്മളതിന്റെ ഡീറ്റെയിൽ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. The NAAP standards, 4th edition standards are documented with the 10 chapter as follows. 10 chapters നമ്മൾ ഈ താഴെ പറഞ്ഞ 10 എണ്ണം ഒന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ? പഠിച്ചില്ലേ? ആ 10 ചാപ്റ്ററുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൽ ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡിലും അടുത്ത 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പേരുകൾ ഒന്നുകൂടി നിങ്ങൾ അന്ന് പഠിച്ചു വെച്ചേക്കുന്നതാണ് എങ്കിൽ പോലും ആ 10 ചാപ്റ്റേഴ്സ് ആണെന്ന് പറയാനാവില്ല. 4th edition standards are documented in 10 chapters. 4th edition standards are documented in 10 chapters. Okay. നമുക്ക് അടുത്ത ക്ലാസ്സിലായിരിക്കാം നോക്കാം. ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്കിത്?
നമ്മൾ നോട്ട് ചെയ്തിട്ട് പോകുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതെല്ലാം പാരഗ്രാഫ് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. അതിന് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നമ്മളൊന്ന് നോട്ട് ചെയ്തിടുക. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതെല്ലാം നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഓരോന്നും ഏത് കാറ്റഗറിയിലാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ നോട്ട് ചെയ്തിടുക. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്നോട്ടെ. നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ ഒരു ഭാഗത്ത് എടുക്കുക. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലെ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവായിക്കോ, എന്തെങ്കിലും ഒന്നുകൂടി പറയണമെങ്കിലോ എന്താണെങ്കിലും നിങ്ങൾ അത് തുറന്ന് പറയണം കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് തന്നെയാണ്. മനസ്സിലായൊരു പെട്ടെന്ന് വിജയൊക്കെ പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ ഇടുവാണ്. ഓക്കെ ഓക്കെ എന്ത് പറഞ്ഞാലും യെസ് മാം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വേഗം റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് രണ്ട് പേര് ഓക്കെ എന്ന് അടിച്ച നമ്മുടെ വിചാരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അപ്പൊ അതിൽ പിരിക്കുന്ന ഏതൊരു കുട്ടിയാണെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് 19 പേരോളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മിസ്സേ എനിക്കത് ക്ലിയർ അല്ല ഒന്നുകൂടി മെസ്സേജ് ചെയ്തിടാൻ തീർച്ചയായിട്ടും പറയണം. അതെല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്. ഓരോരുത്തർക്കും നമുക്ക് പലർക്കും ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതിയാവും, ചിലർക്ക് ചിലപ്പോൾ 2-3 പ്രാവശ്യം കേൾക്കുമ്പോഴായിരിക്കും അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിലാരും ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. മനസ്സിലായവരിപ്പോ വിജയം ഒന്നും റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്കറിയാം, അവർക്ക് അറിയാമെന്നുള്ളത്. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കണ്ടല്ലോ, ഞങ്ങൾ നോക്കും ആരൊക്കെയാണ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കി കുഴപ്പമില്ലെങ്കിലാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ. അപ്പൊ ഇനി ഇപ്പൊ റിപ്ലൈ ചെയ്യാത്തവര് മനസ്സിലാവായിക കൊണ്ടോ എന്തെങ്കിലും ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും മിസ്സേ ഒന്നുകൂടി അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പറയണം. എങ്കിലാണ് ഞങ്ങൾക്ക് അറിയുള്ളൂ. നമ്മളെ പോണ സെക്ഷൻസ് അങ്ങനെയുള്ള ഇതിൽ കൂടെയൊക്കെയാണ് നമ്മൾ പഠിച്ചു പോണത്. ചിലതൊക്കെ സിമ്പിൾ ആണ്. ഇതൊക്കെ നമ്മൾ എന്തായാലും നമുക്കിത് വായിക്കണം, അല്ലാതെ നമുക്ക് വേറൊന്നും വൃത്തിയില്ല. അപ്പൊ അതിനാണ് നോട്ട് ചെയ്തിട്ട് തന്നത്. അതിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത് പഠിക്കാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ അല്ലേ എല്ലാവരും? ഇത് തന്നിട്ടേ ഓക്കെ ഇല്ല എല്ലാവർക്കും? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നതിന്? നിങ്ങൾക്ക് ക്ലിയർ ആവായിക്കോ? അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ 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 യെസ് ഓക്കെ. എന്നാ നമുക്ക് ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ ബൈ.